വലിയകള് ഔലിയാക്കള് ബാബ വലിയകള് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഒരു രോഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു വെള്ളം ഇങ്ങനെ ഊതി കൊടുത്താൽ ആ രോഗം പൂർണ്ണമായും ഷിഫാവും. അതുപോലെ ബാബാക്ക് അങ്ങനെ എന്റെ പ്രശ്നത്തിൽ ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് തന്നെ ബാബാക്ക് എന്തെങ്കിലും ഒരു ഇത് തന്നാലും പ്രശ്നമാവില്ല. അപ്പൊ ഇത്ര ക്ലാസിന്റെ ആവശ്യം ഉണ്ടാവും ഞാൻ ചോദിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് കൃഷ്ണനും രാമനും ബുദ്ധനും യേശു മുഹമ്മദും ഒക്കെ വന്ന് ഇപ്പൊ ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ വേറെ ഈ ചോദ്യം എനിക്കും ഉണ്ടായിരുന്നു ഏകാന്തവാസ കാലത്ത്. ഞാൻ അള്ളാഹുവായിട്ട് പിണങ്ങി. പിന്നെ നിന്റെ യാതൊന്നും വേണ്ട, ഒരു അറിവും വേണ്ട, ഞാൻ എനിക്ക് കൊണ്ടേ വലിച്ചെറിയെന്ന് പറഞ്ഞു. ആ സമയത്ത് ഉണ്ടായിരുന്ന ആളാ ഇയാള്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറയുക, ഭാര്യ പറഞ്ഞു നിങ്ങളിപ്പോ ചോദിച്ച പോയി ചെയ്തൂടെ. അപ്പൊ ഞാൻ ആ കൺഫ്യൂഷനായി. അങ്ങനെ ആണെങ്കിൽ ഇവിടെ കഴിഞ്ഞു പോയി കൃഷ്ണൻ, രാമന്, ബുദ്ധന്, യേശു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെല്ലാവരും കഴിഞ്ഞു പോയി. ഭൂമിയിലെ എല്ലാവരും ഇപ്പൊ ശരിയായി പോയിണ്ടാവല്ലോ. റസൂലുള്ളാഹിയുടെ സഹാബാക്കള് ബെല്ലിൽ എണ്ണാവുന്ന കുറച്ച് പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും കാഫറ. അതല്ല, 12 ആൾക്കല്ലേ സ്വർഗം വാഗ്ദാനം ചെയ്ത്. 10-12 ആൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത്. ബാക്കിയുള്ളവരോ സ്വർഗമില്ലാന്ന് വാഗ്ദാനം ചെയ്തില്ലല്ലോ. അപ്പൊ എത്ര ആളുണ്ട് ഇസ്ലാം റസൂലുള്ളാഹിൽ? എത്ര ആളെ ശുദ്ധീകരിച്ച റസൂലുള്ള? നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ഇന്ന ഒന്നായിട്ട് അങ്ങോട്ട് എടുത്തു കളിയെന്ന് പറഞ്ഞാൽ റസൂലുള്ള ചെയ്യാത്ത കാര്യം ഞാൻ എന്തിനാ ചെയ്യുന്നത്? യേശു ചെയ്യാത്ത, കൃഷ്ണൻ ചെയ്യാത്ത, മറ്റേ രാമൻ ചെയ്യാത്ത കാര്യം ഞാനെങ്ങനെ ചെയ്യാം? അവരെ പിൻഗാമിയാണ്, അവരെ ഭാഗധേയമാണ് ഞാൻ അവരെ പോലെ തന്നെയാണ്. അവർ ചെയ്തതേ ഞാനും ചെയ്യും.